തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ രാജാവിൽ നിന്ന് പ്രശാന്ത് കിഷോർ ജനപ്രതിനിധിയിലേക്ക് 198 കോടി രൂപയുടെ ആസ്തിയുമായി ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമായി പ്രശാന്ത് കിഷോർ. വിജയത്തെക്കാൾ ചർച്ചയായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലം. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ബീഹാറിലെ ബങ്കിപൂർ മണ്ഡലത്തിൽ മുഴങ്ങിയത് ഒരു വിജയഘോഷം മാത്രമായിരുന്നില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചയ്ക്കും അതായിരുന്നു തുടക്കം. വർഷങ്ങളോളം മറ്റുള്ളവരെ വിജയിപ്പിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ഒടുവിൽ സ്വന്തം പേരിൽ തിരഞ്ഞെടുപ്പ് വിജയിച്ച് നിയമസഭയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പേരാണ് പ്രശാന്ത് കിഷോർ. എന്നാൽ അദ്ദേഹത്തിന്റെ വിജയത്തെക്കാൾ ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലമാണ്. അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. കുടുംബത്തിന്റെ ആകെ ആസ്തി ഏകദേശം 198.07 കോടി രൂപ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളുടെ വിജയത്തിനു പിന്നിൽ പ്രവർത്തിച്ച തന്ത്രജ്ഞൻ എന്ന വിശേഷണമാണ് പ്രശാന്ത് കിഷോറിനെ വേറിട്ടു നിർത്തിയത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ അദ്ദേഹം പിന്നീട് സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നേരിട്ട് ജനവിധി തേടി. ഇപ്പോൾ അതിന് ലഭിച്ച വിജയത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷിയും പൊതു ചർച്ചയാവുകയാണ്. സത്യവാങ്മൂലത്തിലെ കണക്കുകൾ പ്രകാരം കുടുംബത്തിന്റെ ആസ്തികളിൽ 111.78 കോടി രൂപയുടെ സജീവ ആസ്തികളും 86.29 കോടി രൂപയുടെ നിഷ്ക്രിയ ആസ്തികളുമാണുള്ളത്. രാഷ്ട്രീയ നേതാക്കളുടെ സ്വത്ത് വിവരങ്ങളിൽ സാധാരണയായി റിയൽ എസ്റ്റേറ്റിനാണ് കൂടുതൽ പ്രാധാന്യം കാണാറുള്ളത്. എന്നാൽ പ്രശാന്ത് കിഷോറിന്റെ കാര്യത്തിൽ ചിത്രം വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വലിയൊരു പങ്കും വിവിധ സാമ്പത്തിക നിക്ഷേപങ്ങളിലൂടെയാണ്. സ്ഥിര നിക്ഷേപങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഓഹരികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ബോണ്ടുകൾ, ഇൻഷുറൻസ് പോളിസികൾ, ആഭരണങ്ങൾ, കൈവശമുള്ള പണം എന്നിവ ഉൾപ്പെടുന്ന സജീവ ആസ്തികളാണ് കുടുംബത്തിന്റെ സമ്പത്തിന്റെ പ്രധാന അടിത്തറ. ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത പ്രശാന്ത് കിഷോറിനേക്കാൾ കൂടുതൽ ആസ്തി ഭാര്യയുടെ പേരിലാണെന്നതാണ്. പ്രശാന്ത് കിഷോറിന്റെ സജീവ ആസ്തി 22.19 കോടി രൂപ. എന്നാൽ ഭാര്യയും ഡോക്ടറുമായ ജാൻവി ദാസിന്റെ പേരിലുള്ള സജീവ ആസ്തി 89.51 കോടി രൂപയാണ്. ആശ്രിതന്റെ പേരിൽ 7 ലക്ഷത്തിലധികം രൂപയുടെ ആസ്തിയുമുണ്ട്. സമ്പത്തിന്റെ വലിയൊരു പങ്കും ജാൻവി ദാസിന്റെ നിക്ഷേപങ്ങളാണെന്ന് സത്യവാങ്മൂലം വ്യക്തമാക്കുന്നുണ്ട്. വേദാസ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഏകദേശം 95.26 കോടി രൂപയുടെ ഓഹരികളാണ് അവരുടെ ഏറ്റവും വലിയ ആസ്തി. അതിനു പുറമെ മ്യൂച്വൽ ഫണ്ടുകൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ എന്നിവയിലും വൻതോതിൽ നിക്ഷേപമുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങളും ശ്രദ്ധേയമാണ്. HDFC ബാങ്കിലെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലെയും സ്ഥിര നിക്ഷേപങ്ങളായി 7.36 കോടി രൂപ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. കൈവശം 65,570 രൂപ പണമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാര്യയുടെ കൈവശം 1.95 ലക്ഷം രൂപ പണവുമുണ്ട്. സജീവ ആസ്തികൾ മാത്രമല്ല, നിഷ്ക്രിയ ആസ്തികളിലും വൻ മൂല്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രശാന്ത് കിഷോറിന് 73.87 കോടി രൂപയുടെ നിഷ്ക്രിയ ആസ്തികളാണുള്ളത്. ഭാര്യയുടെ പേരിൽ 12.42 കോടി രൂപയുടെ നിഷ്ക്രിയ സ്വത്തുക്കളുണ്ട്. പട്ന, ന്യൂഡൽഹി, ഗാസിയാബാദ്, ബക്സർ എന്നിവിടങ്ങളിലെ പാർപ്പിടങ്ങൾ, റോഹ്താസ് ജില്ലയിലെ തറവാട് വീട്ടിലെ ഓഹരി എന്നിവയും ആസ്തി പട്ടികയിൽ ഉൾപ്പെടുന്നു. സ്വന്തമായി സമ്പാദിച്ച പാർപ്പിട സ്വത്തുക്കളുടെ മൂല്യം 59.25 കോടി രൂപ. പാരമ്പര്യമായി ലഭിച്ച സ്വത്തുക്കളുടെ മൂല്യം 14.62 കോടി രൂപ എന്നുമാണ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പട്ടികയിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന ആസ്തി മറ്റൊന്നാണ്. ബീഹാറിലെ റോഹ്താസ് ജില്ലയിൽ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു റൈസ് മിൽ. വർഷങ്ങളായി പ്രവർത്തിക്കുന്നില്ലെങ്കിലും അതിന്റെ മൂല്യം 9.75 കോടി രൂപയായി കണക്കാക്കിയിരുന്നു. പ്രവർത്തനരഹിതമായ ഒരു വ്യവസായ സ്ഥാപനവും കോടികളുടെ ആസ്തിയായി സത്യവാങ്മൂലത്തിൽ ഇടം പിടിച്ചത് ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ആഭരണങ്ങളുടെ കാര്യത്തിലും വ്യക്തമായ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. പ്രശാന്ത് കിഷോറിന്റെ പേരിൽ 1.35 ലക്ഷം രൂപ വിലമതിക്കുന്ന മരതകം പതിച്ച സ്വർണ്ണ മോതിരം മാത്രമാണുള്ളത്. എന്നാൽ ഭാര്യയുടെ കൈവശം 64.58 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ, വെള്ളി ആഭരണങ്ങളുമുണ്ട്. അതേസമയം ബാധ്യതകളുടെ കാര്യത്തിലും കണക്കുകൾ വ്യക്തമാണ്. പ്രശാന്ത് കിഷോറിന്റെ പേരിൽ 5.77 കോടി രൂപയുടെ ബാധ്യതകളുണ്ട്. ഇതിൽ ഭൂരിഭാഗവും സ്ഥിര നിക്ഷേപത്തിന് എതിരായി എടുത്ത HDFC ബാങ്ക് വായ്പയാണ്.
ഭാര്യയുടെ പേരിൽ വ്യക്തിഗത വായ്പയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഉൾപ്പെടെ 55.38 ലക്ഷം രൂപയുടെ ബാധ്യതകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു പ്രധാന കാര്യം കൂടി സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു. ആദായ നികുതി, GST അല്ലെങ്കിൽ മറ്റ് സർക്കാർ കുടിശ്ശികകളൊന്നും പ്രശാന്ത് കിഷോറിനോ ഭാര്യയ്ക്കോ ഇല്ല. മറ്റുള്ളവരുടെ വിജയത്തിന് തന്ത്രം മെനഞ്ഞ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിച്ച വ്യക്തി ഇപ്പോൾ സ്വന്തം വിജയത്തിലൂടെ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനൊപ്പം തന്നെ ഏകദേശം 198 കോടി രൂപയുടെ കുടുംബ ആസ്തിയും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചയായി മാറിയിരിക്കുകയാണ്. വിജയത്തെക്കാൾ സത്യവാങ്മൂലമാണ് ഇപ്പോൾ കൂടുതൽ സംസാരിക്കപ്പെടുന്നത് എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത.